നോമ്പ് തുടങ്ങിയ അന്ന് മുതൽ വീട്ടിലായിട്ടും അല്ലെങ്കിൽ എവിടേക്കെങ്കിലും നോമ്പുറക്ക് പോയ സ്ഥലത്തൊക്കെ ആയിട്ടും എന്നും ചിക്കനും ബീഫും തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് കഴിച്ചിട്ട് എല്ലാവർക്കും ഏകദേശം ഒരു മടുപ്പൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നലെ നൈറ്റിൽ തന്നെ നമ്മൾ പ്ലാൻ ആക്കിയിട്ടുണ്ടായിരുന്നു, ഇന്നെന്തായാലും ചിക്കനും ബീഫൊന്നും യൂസ് ആക്കണ്ട, നമുക്ക് എന്തെങ്കിലുമൊക്കെ പയറുവർഗ്ഗങ്ങൾ കറി വെക്കാമെന്ന്. അങ്ങനെ ഗ്രീൻ പീസൊക്കെ ഞാൻ തലേദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അത് വേവിക്കാൻ വേണ്ടിയിട്ട് കിച്ചണിൽ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇസുവിന് നോമ്പില്ലാത്തത് കൊണ്ട് തന്നെ ആൾക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണം. അങ്ങനെ ഞാനത് കൊടുക്കുന്ന നേരത്ത് ക്യാമറ അവിടെ കണ്ടപ്പോൾ കാണിക്കുന്ന കോപ്രായങ്ങളാണ് കേട്ടോ. പിന്നെ അതിന് ശേഷം അതിലേക്ക് ഞാൻ കോംബോ ആയിട്ട് ഇന്നും നൂൽപുട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ നൂൽപുട്ട് ഉണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ അജ്മീൻ്റെ പൊടിയാണ് യൂസ് ആക്കുന്നതെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് നൂൽപുട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇന്ന് നൂൽപുട്ട് തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. എന്നോട് ആരെങ്കിലും ഏത് കടിയാണ് ഉണ്ടാക്കാൻ എളുപ്പം എന്ന് ചോദിച്ചാൽ ഞാൻ ഫസ്റ്റ് പറയുന്നത് നൂൽപുട്ടാണ് കേട്ടോ. ഇതിലെന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ കുറേ ക്വാണ്ടിറ്റി കിട്ടുകയും ചെയ്യും, നമുക്ക് വേഗം പരിപാടി കഴിയുകയും ചെയ്യും കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് നൂൽപുട്ട് നല്ല ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഇങ്ങനെ പ്രസ് ചെയ്യുന്ന ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ നമുക്ക് ഈ ഒരു നൂൽപുട്ട് കറക്കിയെടുക്കാൻ വേണ്ടി ഉണ്ടായിരുന്നത്. അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെയാണ് നമ്മളിതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴൊക്കെ അതുപോലുള്ള അച്ച് ഞാനങ്ങനെ കാണാറില്ല. അതിന് ശേഷം നൂൽപുട്ടൊക്കെ വേവിക്കാൻ വെച്ചിട്ട് ജ്യൂസിനുള്ള പരിപാടി നോക്കലാണ്. ഇന്നലെ തന്നെ ജ്യൂസ് അടിക്കാൻ വൈകിയതുകൊണ്ട് കറണ്ടും പോയി. അപ്പോൾ പിന്നെ ജ്യൂസിന് തീരെ തണുപ്പില്ലായിരുന്നു. പിന്നെ ഞാൻ വേഗം ജ്യൂസ് അടിച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ചപ്പോഴത്തേക്ക് ഫസ്റ്റ് ട്രിപ്പ് നൂൽപുട്ടൊക്കെ ആയിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ ഗ്രീൻ പീസൊക്കെ വെന്തോ നോക്കുകയാണ്. അത് കുക്കായിട്ടില്ല കേട്ടോ. തേങ്ങ ഒന്നും അരക്കുന്നില്ല, വെറുതെ സവാളയും പച്ചമുളകും മാത്രം ഇട്ടിട്ടാണ് കേട്ടോ വെക്കുന്നത്. പിന്നെ ഇന്ന് സ്നാക്കായിട്ട് ഉണ്ടാക്കുന്നത് പഴം വെച്ചിട്ട് നമ്മുടെ കായ്പോളയാണ് കേട്ടോ. കാരണം പഴത്തിൻ്റെ ഏകദേശം സ്ഥിതിഗതികളൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ പഴുപ്പ് കയറിയിട്ടുണ്ട് കേട്ടോ. പഴംപൊരി ആണെങ്കിൽ ആർക്കും വേണ്ടാന്നും പറഞ്ഞു. അപ്പോൾ പിന്നെ കായ്പോളയല്ല ഉണ്ടാക്കുക. അതിൻ്റെ ഇടയിൽ ഇത് വന്നിട്ട് നൂൽപുട്ടും കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആൾക്ക് നോമ്പായപ്പോൾ ഭയങ്കര വിശപ്പാണ്. പിന്നെ കായ്പോളക്കുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ട്. കറി വറവിടാനും കൂടെ ഉണ്ട് കേട്ടോ. ഗ്രീൻ പീസ് വന്നപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. പഴം പെട്ടെന്ന് തന്നെ നാശമായി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് വലിയ കായ്പോള തന്നെയാണ് കേട്ടോ സെറ്റാക്കുന്നത്. ഒരു 5-6 മുട്ടയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യം പഴം വാട്ടി കഴിഞ്ഞ് ഇട്ട് നോക്കുമ്പോൾ കുറച്ചൊരു കൂടുതലുള്ള പോലെ തോന്നി. പിന്നെ മുട്ടയിലേക്ക് ഇട്ട് മിക്സ് ആക്കിയപ്പോൾ അത്യാവശ്യം വലിയതായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ വീട്ടിലിവിടെ മധുരമുള്ള സ്വീറ്റ് ആയിട്ടുള്ള സ്നാക്സിന് വലിയ ചിലവൊന്നും ഉണ്ടാവാറില്ല, എന്നാലും ഞാൻ എപ്പോഴേലൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മുടെ നൂൽപുട്ട് ചുടൽ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ കറി സെറ്റായിട്ടുണ്ട്. കായ്പോളയും റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് നേരം തണുക്കാനൊക്കെ മാറ്റി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫ്ലിപ്പാക്കി നോക്കിയതായിരുന്നു. പക്ഷേ ഫസ്റ്റത്തെ അറ്റംപ്റ്റ് പാളിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെയും കുറച്ച് നേരം കൂടി തണുക്കാൻ വേണ്ടി വെച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇതൊന്ന് ഫ്ലിപ്പ് ചെയ്തെടുക്കുന്നത്. ഇപ്പം നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതും കൂടെ ഒന്ന് കട്ടാക്കി വെക്കണം. ഇന്നിപ്പോൾ നമുക്ക് കാര്യമായിട്ട് ഫ്രൂട്ട്സ് ഒന്നുമില്ല, വത്തക്ക ഉള്ളൂ കേട്ടോ. പിന്നെ അനാറുണ്ടായിരുന്നു, അത് ആർക്കും വേണ്ടാന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാനത് എടുക്കാനും നിന്നില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ.